ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവാന്റെ കൃപയും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഈ ലോകസുഖവും ആത്മീയമായ സുഖവും എല്ലാ നിർവൃതിയും അനുഭൂതി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരമാനന്ദത്തിൽ ലയിക്കുക, ആനന്ദാനുഭൂതി അനുഭവിക്കുക. എല്ലാ ഭക്തമക്കൾക്കും ആ ഒരു അനുഭൂതി ഉണ്ടാകണം. നമുക്ക് നാരായണീയം ദശകം 72 അക്രൂര ആഗമനമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ അക്രൂരൻ ഭഗവാനെ കാണാൻ കംസൻ പറഞ്ഞു വിട്ടതനുസരിച്ച് അവിടെ ഭഗവാൻ അടുക്കലേക്ക് ചൊല്ലുകയാണ്. വൃന്ദാവനത്തിൽ വന്ന് കണ്ടപ്പോഴേ ആ മണ്ണിൽ കിടന്ന് ഉരുണ്ട് ആനന്ദത്തിൽ നിറഞ്ഞു അക്രൂര്. എന്നിട്ട് ഭഗവാനെ കാണാൻ വേണ്ടി പതുക്കെ ഓരോ വീടുകൾ തോറും നടന്നു പോകുമ്പോൾ ഭഗവാനെ പല രീതിയിൽ സ്തുതിക്കുന്ന ഭക്തന്മാരുടെ വീടുകൾ, ഗോപന്മാരുടെ വീടുകൾ. അങ്ങനെ ആ സമീപം വഴി പോകുമ്പോൾ എല്ലായിടത്തും ഭഗവാനെ പല രീതിയിൽ വാഴ്ത്തുന്നു, പുകഴ്ത്തുന്നു. ഇത് കേട്ട് 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 ഭഗവാൻ അവിടേക്ക് ചെല്ലുകയാണ്, കൃഷ്ണൻ അടുക്കലേക്ക് ചൊല്ലുന്നു. നമുക്ക് അതിൻ്റെ ബാക്കി വായിക്കാം. സന്ധ്യ ആയപ്പോഴേക്കാണ് ഭഗവാൻ അവിടെ എത്തിച്ചേർന്നത്. നമുക്ക് 8ാമത്തെ ശ്ലോകം വായിക്കാം. കഴിഞ്ഞ പ്രാവശ്യം 7ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. 8ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 8. താവത് ദദർശ പശുദോഹ വിലോകലോലം ഭക്തോ ഉത്തമാഗതി ഇവ പ്രതിപാലയന്തം ഭൂമൻ ഭവന്തം അയം അഗ്രജവന്തം അന്തർബ്രഹ്മാനുഭൂതി രസസിന്ധും ഇവോദ്വ അന്തം. താവത് ദദർശ പശുദോഹ വിലോകലോലം ഭക്തോ ഉത്തമാഗതിമിവ പ്രതിപാലയന്തം ഭൂമൻ ഭവന്തം അയം അഗ്രജവന്തം അന്തർബ്രഹ്മാനുഭൂതി രസസിന്ധും ഇവോദ്വ അന്തം. സർവവ്യാപിയായ ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ. ഇവിടെ സർവവ്യാപിയാണ് ഭഗവാൻ കൃഷ്ണൻ. കൃഷ്ണൻ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു വ്യക്തി അല്ല, ഈ ലോകം മൊത്തവും വ്യാപിച്ചിരിക്കുന്ന ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ. അക്രൂരൻ അവിടെ എത്തിയപ്പോൾ ഇതാര് കാണുന്നു, എത്രമാത്രം ഇത് പറയുന്നതാരാ? ഭട്ടത്തിരിപ്പാട്. ഭഗവാനെ നാരായണ, അങ്ങ് സർവവ്യാപിയാണ്. അങ്ങനെയുള്ള ഭഗവാനെ ഗുരുവായൂരപ്പ, അക്രൂരൻ അവിടെ എത്തിയപ്പോൾ പശുക്കളെ കറക്കുന്ന കൗതുകത്തോടെ നോക്കിക്കൊണ്ട്. എന്താണ് പശുക്കളെ കറക്കുന്ന കൗതുകം എന്ന് പറയുന്നത്? പശുക്കളെ കറക്കുമ്പോൾ അമൃതാണ് പശുവിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്, അകിട്ടിൽ നിന്ന് പാല്, അത് അമൃതാണ്. അപ്പോൾ അവിടെ പശുക്കളെ കറന്ന് കണ്ടതുപോലെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ അമൃത് ഭഗവാന്റെ ഉള്ളിൽ ഇങ്ങനെ രുചിച്ചറിയുക. കാരണം ഇവിടെ ഭക്തനായ അക്രൂരൻ അവിടേക്ക് വരുന്നു എന്ന് ഭഗവാൻ മനസ്സിൽ കാണുന്നു. അതുകൊണ്ടാണ് ഇവിടെ പശുവിനെ ഉപമിച്ചേക്കുന്നെങ്കിലും അവിടെ പാല് കറക്കുന്നതല്ല, അവിടെ ഭഗവാന്റെ ഉള്ളിൽ ആ അമൃത് ഇങ്ങനെ പൊഴിഞ്ഞു ഉള്ളം മൊത്തവും നിറയുക. പശുവിൻ്റെ അകട്ടിൽ നിന്ന് പാല് അമൃതാണല്ലോ വരുന്നത്. അപ്പോൾ ആ ഒരു നിർവൃതിയോടെ നിൽക്കുന്നു ഭഗവാൻ കൃഷ്ണൻ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പശുക്കളെ കറക്കുന്ന കൗതുകത്തോടെ നോക്കിക്കൊണ്ട് ഭക്തോത്തമനായ അക്രൂരിൻ്റെ വരവിനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണോ എന്ന് തോന്നുമാറ്. അപ്പോൾ സത്യത്തിൽ പരമാത്മാവായ ഭഗവാൻ സർവ്വവ്യാപിയാണ്, അക്രൂരൻ ഭക്തനാണ്. ഭക്തൻ്റെ ഇംഗിതം മൊത്തവും കൃഷ്ണൻ്റെ ഉള്ളത്തിൽ അറിയാം. അതുകൊണ്ടാണ് പശുവിനെ കറക്കുന്ന, അത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന കൗതുകം എന്ന് പറഞ്ഞാൽ ഇവിടെ അമൃത് അത്രമാത്രം ആ ഭക്തനിലുമുണ്ട്. ആരില്ല? ഈ ഭക്തോത്തമനായ അക്രൂരനിൽ. കാരണം വൃന്ദാവനത്തിൽ വന്നപ്പോഴേ ആ പൂഴിമണ്ണിൽ ഭഗവാന്റെ പാദം സ്പർശിച്ച ആ മണ്ണ് അവിടെ കിടന്ന് ഉരുണ്ട് ഇദ്ദേഹം. അതാണ് ആനന്ദാമൃതം. ആ അമൃത് പശുവിൽ നിന്ന് അകിട്ടിൽ നിന്ന് വരുന്ന പാലിനെ ഉപമിച്ചേക്കുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ പാലിങ്ങനെ വരുന്നു, ആ അമൃത് നടന്ന് വരുന്നു. ആ അക്രൂരനാകുന്ന പാല് അമൃത് അവിടുന്ന് വരുന്നുണ്ടെന്ന് ഭഗവാന്റെ ഉള്ളിൽ അറിയാം. അതുകൊണ്ട് അങ്ങനെ തോന്നുമാറ് പശുവിനെ കറക്കുന്ന കൗതുകത്തോടെ എന്ന് നമുക്ക് പറയാൻ അങ്ങനെ ഉപമിച്ചേക്കുന്നു. അതുപോലെ ഭഗവാൻ അവിടെ അഗ്രജനും ഒന്നിച്ച് നിൽക്കുന്ന, അതായത് ജ്യേഷ്ഠനാണ് അഗ്രജൻ, ജ്യേഷ്ഠൻ എന്നാണ് അർത്ഥം. അതായത് ബലരാമൻ. അപ്പോൾ ബലരാമനോട് ഒന്നിച്ചിങ്ങനെ ഭഗവാനോട് നിൽക്കുന്ന, ഭഗവാന്റെ ഉള്ളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബ്രഹ്മാനന്ദ രസസാഗരം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമേ, ഈ പശുവിനെ കറക്കുന്നതെന്ന് പറയുന്നത് എന്താ? ആ പശുവിൻ്റെ അകട്ടിൽ നിന്ന് പാൽ അമൃതാണ്. ഈ അമൃത് ആരനുഭവിക്കുന്നു? ഭഗവാൻ. രാമനുമായിട്ട് ഒന്നിച്ചു നിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബ്രഹ്മാനന്ദ രസസാഗരമാണ്
പശുവിൻ്റെ അകട്ടിൽ സാഗരം പോലൊന്നും ഇല്ലല്ലോ. അപ്പോൾ സമുദ്രം പോലെ ഭഗവാന്റെ ഉള്ളിൽ നിന്നിങ്ങനെ പാലാകുന്ന അമൃത് അങ്ങനെ ഒഴുകി വരുന്നു. ആ ഒരു ആനന്ദ നിർവൃതിയിൽ നിൽക്കുന്നു, പുറത്തേക്ക് പ്രവഹിച്ച് നിൽക്കുന്നത് പോലെ കണ്ടു. അപ്പോൾ അക്രൂരൻ ഇങ്ങനെ കാണുന്നു, ഭഗവാൻ ഇങ്ങനെ പശുവിനെ കറക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്നത് പോലെ അക്രൂരന് തോന്നി. ഭഗവാന്റെ ഉള്ളിൽ നിന്ന് എന്താ വരുന്നേ? അമൃത്. അപ്പോൾ അതിങ്ങനെ അനുഭവിച്ച് ബ്രഹ്മാനന്ദ രസത്തിൽ നിൽക്കുക ചേട്ടനും അനിയനും കൂടെ. അത് കണ്ടു. വെളിയിൽ തനിക്ക് മുന്നിൽ കണ്ടപ്പോൾ ആ രസം ബഹിർഗമിച്ച പോലെ തോന്നി. അപ്പോൾ ആ ഉള്ളിലത്തെ രസം അമൃത് ബഹിർഗമിച്ചു, അത് പുറത്തേക്ക് കവിഞ്ഞു. ആരെ കണ്ടപ്പോൾ? അക്രൂരനെ. ഉള്ളം കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ് ബ്രഹ്മാനന്ദാനുഭൂതി നിൽക്കുന്ന ഭഗവാൻ കൃഷ്ണൻ രാമനോട് ഒന്നിച്ച് നിന്നപ്പോൾ വെളിയിൽ അക്രൂരൻ വന്ന് കണ്ടപ്പോൾ അത് വെളിയിലേക്കെടുത്ത് ചാടി. എന്താണ് ഈ അമൃത്? ഭഗവാൻ അനുഭവിച്ച് നിൽക്കുന്ന ആനന്ദാനുഭൂതി ബഹിർഗമിച്ചു, പുറത്തേക്ക് ഗമിച്ചു. അതുപോലെ തോന്നി ഇത് മനസ്സിൽ പറയുന്നത് ആരാണിതെല്ലാം? ഭട്ടതിരിപ്പാട്. അപ്പോൾ ഈ അക്രൂരനെ കണ്ടപ്പോൾ ഭഗവാൻ ആനന്ദാമൃതത്തിൽ നിൽക്കുന്ന ഭഗവാൻ അത് വെളിയിലേക്ക് അതെല്ലാം നിർഗമിച്ചു, വെളിയിലേക്ക് ഗമിച്ചു, പുറത്തേക്ക് ചാടി അമൃത് ഭഗവാന്റെ ഉള്ളിൽ നിന്ന്. ഇതാണ് ഇതിൽ പറയുന്ന അർത്ഥം. ഇത് പറയുന്നത് ഭട്ടതിരിപ്പാട്. ഒരു ഭക്തനെ കാണുമ്പോൾ ഭഗവാൻ, നമുക്കറിയാം കുചേലനെ കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു? കുചേലനെ കണ്ടപ്പോൾ ഭഗവാൻ എന്തെങ്കിലും ബെല്ലും ബ്രേക്കും ഒക്കെ പോയി അദ്ദേഹത്തിന് ആലിംഗനം ചെയ്യുന്നു, കെട്ടിപ്പുണരുന്നു, അതായത് ആലിംഗനം. എന്നിട്ട് മെത്തയിൽ പിടിച്ചിരുത്തുന്നു, കാല് കഴുകി, എന്തൊക്കെയാ ചെയ്യുന്നേ? അതാണ് ആ അമൃത്. ഇതിനെ ഉപമിച്ചേക്കുന്ന പശുവിൻ്റെ അകട്ട്, അത് പാല് കറക്കുന്നത് പോലുള്ള അനുഭൂതി. പാല് എന്ന് പറയുന്നത് അമൃതാണ്. ആ അമൃതിനെ ആണ് ഇവിടെ ഉപമിച്ചേക്കുന്നത്. അല്ല, അവിടെ പശുവിനെ കറക്കുക ഒന്നും അല്ല. ആനന്ദാനുഭൂതി, അമൃതാകുന്ന ആ അനുഭൂതി ഭഗവാൻ രുചിച്ച് നിൽക്കുന്നു. ആനന്ദത്തിൽ നിർവൃതി കൊണ്ട് നിന്നപ്പോൾ ഈ ഭക്തനെ കണ്ടു. അപ്പോൾ അത് ബഹിർഗമിച്ചു, വെളിയിലേക്ക് അതിന് അങ്ങ് ഒഴുകി. ആ അമൃത് അങ്ങ് ഒഴുകി, ഭഗവാന്റെ വെളിയിലേക്ക് ഒഴുകി. അതാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത്. അതാണ് ഈ ശ്ലോകത്തിലുള്ളത്. അപ്പോൾ ഒരു ഭക്തനെ കാണുമ്പോൾ ഇതാണ് ഭഗവാന്റെ അവസ്ഥ. അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മളും അതുപോലെ അക്രൂരനെ പോലെ അല്ല കുചേലനെ പോലെ ഭക്തനാവുക, ഒരു ഭക്ത ആവുക. ഒന്നി ഒരു ഭക്ത അല്ല ഒരു ഭക്തൻ. അപ്പോൾ നമുക്കും ഈ അനുഭൂതി ഉണ്ടാകും. ഭഗവാൻ അറിയാതെ തന്നെ ആ ആനന്ദ രസം ഭഗവാൻ വെളിയിലേക്ക് എടുത്തിട്ട് നമ്മളെ ആലിംഗനം ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു ഭക്തനാവാൻ ശ്രമിക്കുക. അതാണ് ഇതിനകത്ത്. നമുക്ക് 9ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 9. സായന്തനാപ്ലവ വിശേഷ വിവിക്തഗാത്രോ ദൗപീത നീല രുചിരാംബരലോഭനീയൗ നാദിപ്രപഞ്ച ധൃതഭൂഷണ ചാരുവേഷൗ മന്ദസ്മിതാർദ്ര വദനൗ സയുവാം ദദർശ. സായന്തനാപ്ലവ വിശേഷ വിവിക്തഗാത്രൗ ദൗപീത നീല രുചിരാംബരലോഭനീയൗ നാദിപ്രപഞ്ച ധൃതഭൂഷണ ചാരുവേഷൗ മന്ദസ്മിതാർദ്ര വദനൗ സയുവാം ദദർശ. അക്രൂരൻ കണ്ട രാമകൃഷ്ണ രൂപം, അതായത് പരമാത്മാവായ ഭഗവാൻ കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും ആ രൂപം, ശരീരത്തിൻ്റെ ഒരു രൂപം, അതെങ്ങനെ കണ്ടത്? സന്ധ്യയ്ക്ക് കുളി കഴിഞ്ഞ് നിർമ്മലമായ ശരീരത്തിൽ രാമൻ നീലപ്പട്ടുടുത്തിരിക്കുന്നു. അപ്പോൾ സന്ധ്യയ്ക്ക് നമ്മളെല്ലാവരും വൈകുന്നേരത്ത് കുളി കഴിയും. അപ്പോൾ രാമൻ എന്താ ധരിച്ചിരിക്കുന്നത്? നീലപ്പട്ട്. കൃഷ്ണൻ മഞ്ഞപ്പട്ടുടുത്തിരിക്കുന്നു. അപ്പോൾ രണ്ടുപേരും 2 തരം കളറാണ്. ഭഗവാൻ മഞ്ഞപ്പട്ടും രാമൻ നീലപ്പട്ട് കൊടുത്തിരിക്കുന്നു. വളരെ കുറച്ച് ആഭരണങ്ങൾ അണിഞ്ഞ് പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് 2 പേരും നിൽക്കുന്നു. അക്രൂരൻ കണ്ട കാഴ്ച ഇങ്ങനെയാണ്. ഭഗവാൻ മഞ്ഞപ്പട്ടും രാമൻ നീലപ്പട്ടും. എന്നിട്ടോ കുറച്ച് മാത്രം, കുളിച്ചതല്ലേ ഉള്ളൂ, കുറച്ച് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് നന്നായി പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് 2 പേരും നിൽക്കുന്നതാണ് അക്രൂരൻ ചെന്നപ്പോഴേക്ക് കാണുന്നത്. സ്നാനം കൊണ്ട് പരിശുദ്ധി വരുത്തിയ ശരീരത്തിൽ, അപ്പോൾ കുളിയാണ് സ്നാനം, കുളി കഴിഞ്ഞിട്ട് അപ്പോൾ ശരീരമൊക്കെ പരിശുദ്ധി വരുത്തുമല്ലോ, അങ്ങനെയുള്ള ശരീരത്തിൽ മിതമായ വേഷഭൂഷാദികൾ അണിഞ്ഞ്, കാരണം കൂടുതലൊന്നും ഇട്ടിട്ടില്ല, ഒരു സാധാരണ മിതമായി അത്യാവശ്യം എന്തൊക്കെയാണ് വേണ്ട അതെല്ലാം ഭഗവാനും രാമനും അണിഞ്ഞിട്ടുണ്ട്. വേഷഭൂഷാദികൾ അണിഞ്ഞ് മന്ദസ്മേര മുഖത്തോടെ നിൽക്കുന്ന, പുഞ്ചിരിയോടുകൂടി നിൽക്കുന്ന ആ ഭഗവാനെയും രാമനെയും എങ്ങനെ കാണുന്നേ? പശുവിനെ കറക്കുന്നത് നോക്കി നിൽക്കുന്ന രാമകൃഷ്ണന്മാരെ അക്രൂരൻ മതിയാവോളം കണ്ടു. എന്താ ഈ പശുവിനെ കറക്കുന്നത് നോക്കി നിൽക്കുന്നേ? അമൃത് ഭഗവാന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. നമ്മൾ മുമ്പത്തെ ശ്ലോകം വായിച്ചില്ലേ? എന്താ ബഹിർഗമിച്ചു ഭഗവാന്റെ ഉള്ളിൽ ആ ആനന്ദരസം, ബ്രഹ്മാനന്ദ രസ സാഗരം,
സമുദ്രം പോലെയുള്ള ആ ബ്രഹ്മാനന്ദ രസത്തിൽ മുഴുകി നിൽക്കുന്നത് ബഹിർഗമിച്ചു, വെളിയിലേക്ക് ചാടി. അപ്പോൾ അക്രൂരൻ കണ്ടപ്പോൾ എന്താണ്, അത് പശുവിനെ കറക്കുന്നത് നോക്കി നിൽക്കുന്നു. അപ്പം ഭഗവാന്റെ പുറത്തേക്ക് ആ അമൃതം ഇങ്ങനെ ഒഴുകി ആ പാല് വരുന്നത്, അമൃത് വരുന്നത് പോലെ കാണുന്നു അക്രൂരൻ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഭഗവാന്റെ ഉള്ളിൽ ആനന്ദരസം നിറഞ്ഞിരിക്കുന്നു. ഒരു ഭക്തനെ കണ്ടപ്പോൾ അത് വെളിയിലേക്ക് ഒഴുകി. നമ്മളും അങ്ങനെ ആകണം. ഒരു ഭക്തനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു എല്ലാ സൃഷ്ടികളും ഈശ്വരൻ്റെയാണ്. സാധുക്കൾ, ഭക്തന്മാർ, അങ്ങനെയുള്ളവരൊക്കെ കാണുമ്പോൾ നമുക്കും ഈ ഒരു കൃപ, ഈ ഒരു ആനന്ദരസം നമ്മുടെ ഉള്ളിൽ ബഹിർഗമിക്കണം, ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് വരണം. ഒരു ഭക്തനെ കാണുമ്പോൾ അത് ഭഗവാൻ എങ്ങനെയാണ്, ഭഗവാൻ പൂർണ്ണനാണ്, ഭഗവാൻ സൽഗുണപൂർണ്ണനാകുന്നത് പോലെ നമ്മളും ഒരു സൽഗുണപൂർണ്ണനാവുക. അപ്പോൾ നമുക്കും ഇതുപോലെ ഒരു ഭക്തനെ കാണുമ്പോൾ ഹൃദയത്തിൽ നിന്ന് ആ അമൃത്, ആ സാഗരം പോലെ ഇരിക്കുന്ന അമൃത് വെളിയിലേക്ക് ഒഴുകും. ഒരു ഭക്തനെ കാണുമ്പോൾ അവരിലേക്ക് ചെല്ലും. ഇവിടെ അക്രൂരൻ വന്നപ്പോൾ ഭഗവാന്റെ ഉള്ളിൽ നിന്ന് ആ രസം, ആ ആനന്ദരസം, ആ ബ്രഹ്മാനന്ദാനുഭൂതി വെളിയിലേക്ക് ഒഴുകി. അത് അക്രൂരൻ കാണുന്നത്. നമുക്ക് ഇനി അടുത്ത ശ്ലോകം അടുത്ത പ്രാവശ്യം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.